ഇവിടെ വിഷയം അവതരിപ്പിച്ച ജിൻഡോ ബ്രദറിനെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം രക്ഷയുടെ കാര്യം പറയുമ്പോൾ യേശു ക്രിസ്തു നിന്നുകൊണ്ടാണ് രക്ഷയുടെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിലൂടെ എല്ലാ മനുഷ്യ സമൂഹത്തിന്റെ ഉൽപ്പത്തി, അതിനു മുന്നേ സമൂഹം കടന്നുപോയിട്ടുണ്ട്. ആ സമൂഹത്തിന്റെ രക്ഷയുടെ മാർഗം എന്തായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു വിഷയാവതരണം ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ്. എന്ന് പറയുന്നത് ബൈബിളിന്റെ ഭാഷയിൽ രണ്ടു തരം മരണമുണ്ട്. ഒന്നാമത്തെ മരണം, രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപത്തെ സംബന്ധിച്ചുള്ള മരണമാണ്. എന്റെ അപ്പാപ്പൻ മരിച്ചുപോയി, എന്റെ അപ്പാപ്പൻ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അപ്പാപ്പൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. 4 കൊല്ലം മുമ്പ് മരിച്ചുപോയതാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് എന്നിൽ നിന്ന് ആ വ്യക്തി വിട്ടുപോയി. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ അപ്പാപ്പൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയിരിക്കുക. അപ്പോൾ അവിടെ ജനനം സംഭവിച്ചത്. അപ്പൊ മരണം എന്ന് പറയുന്ന ആസ്പെക്ട്, നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിലാണ് നാം പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഭൂമിയിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോഴല്ല. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപം വഴി ആ വ്യക്തി ദൈവത്തിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ്. അതുകൊണ്ടാണ് പാപം ചെയ്തോടനെ ദൈവം ചോദിച്ചു, ദൈവം പറഞ്ഞു, നീ പാപം ചെയ്താൽ നീ മരിക്കും, നന്മത്തിന് മനുഷ്യത്തിന്റെ പഴം ഭക്ഷിച്ചാൽ നീ മരിക്കും. അവിടെ ആരും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മരണത്തെ കാണുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തെ സംബന്ധിച്ച് ആ വ്യക്തി മരിച്ചു. ആദ്യം നീ എവിടെ, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് ദൈവം ആദ്യം ചോദിക്കുന്നത്. അവിടെയാണ് മരണം സംഭവിച്ചത്. ഒന്നാമത്തെ മരണം അത് പാപമാണ്. യേശു പറയുന്നുണ്ട്, ധൂർത്തപുത്രന്റെ ഉമ്മയിൽ അവൻ വിട്ടുപോയപ്പോൾ കാണാതെ പോയവൻ തിരിച്ചു വരുമ്പോൾ പറയുന്ന കാര്യം ഇതാണ്, ഇതാ അവൻ മരിച്ചവനായിരുന്നു തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ മരണം. ഈ രണ്ടാമത്തെ മരണം ബൈബിളിന്റെ ഭാഷയിൽ അത് മരിച്ചതിന് ശേഷം ഈ ആത്മാവ് സ്വർഗത്തിൽ പ്രവേശിക്കാതെ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ മരണം എന്ന് ബൈബിളിൽ പറയുന്നത്. അപ്പോഴും ദൈവത്തിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് മരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ മരണം സംഭവിക്കുമ്പോൾ ബൈബിളിന്റെ ഭാഷയിൽ എങ്ങനെയാണ് ഈ മരണം എന്ന് പറയുക? ദൈവത്തിൽ നിന്ന് ആ വ്യക്തി വിട്ടുപോവുകയാണ്. വിട്ടുപോയാൽ എന്ത് സംഭവിക്കും? വിട്ടുപോയാൽ ഈ വ്യക്തിയുടെ ശരീരം മണ്ണിനോട് അഴുകി ഇല്ലാതെയാകും, നമുക്കറിയാമല്ലോ. രണ്ടാമത്തത്, ഈ മനുഷ്യന്റെ ആത്മാവ്, മരിച്ച വ്യക്തിയുടെ ആത്മാവ്, ഈ ആത്മാവ് സ്വർഗം പ്രാപിക്കാതെ നരകത്തിലേക്ക് പോകും. കാരണം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായതുകൊണ്ട് പരിശുദ്ധർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. ഒരു പാപിക്കും സ്വർഗത്തിൽ പ്രവേശനമില്ല. ദൈവം കരുണ കാണിച്ചാൽ മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് ഒരു പാപിക്കും പ്രവേശനമില്ല. അങ്ങനെയെങ്കിൽ ആര് സ്വർഗത്തിൽ പോകും? ഒരാൾക്കും പോകാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ന്യായപ്രമാണങ്ങൾ അനുസരിക്കുന്നതിന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം സ്വർഗമല്ല, ന്യായപ്രമാണങ്ങൾ അനുസരിക്കാത്തവന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം നരകവുമല്ല. മറിച്ച് അവൻ പാതാളത്തിലേക്ക് പോകും, ഭൂമിയിലെ ഐശ്വര്യം ഉണ്ടാകും എന്ന വസ്തുതയാണ്. അതുകൊണ്ടാണ് യാക്കോബ് മരിക്കുമ്പോൾ പറയുന്ന വസ്തുതയുണ്ട്. ജോസഫ് മരിച്ചപ്പോൾ, യാക്കോബിന്റെ മകൻ യൂസഫ് എന്ന് നിങ്ങൾ പറയും, മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ യാക്കോബ് വിലപിക്കുന്നത്, ഞാനും എന്റെ മകന്റെ അടുത്തേക്ക് പാതാളത്തിലേക്ക് പോകുമെന്ന, സ്വർഗത്തിൽ പോകുമെന്നല്ല. യേശു പറയുന്നു, ധനവാനി ലാസർ ഭൂമിയിലെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് പോകുന്ന പറയുന്നത്. കാരണം അബ്രാഹം ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പാതാളം. അതായത് നരകത്തിന്റെ മേലെ ദൈവം വിശുദ്ധർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാ പാതാളം. അപ്പോൾ യേശുക്രിസ്തുവിന് മുമ്പ് വരെ ഒരു വ്യക്തിയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. ആകെ പ്രവേശിച്ചത് മോശയെയും ഏലിയായും. അതിനുവേണ്ടി പിശാച് ദൈവത്തോട് വാദിക്കുന്ന ഘടകം ബൈബിളിലുണ്ട്. അപ്പോൾ ആരും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതെ വാതിൽ അടച്ചിരിക്കുക. മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇതാണ് യഥാർത്ഥത്തില് പഴയ നിയമഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത. അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിൽ പോകേണ്ടത്, അല്ലാതെ ശരീരമില്ലാതെ ആത്മാവ് മാത്രമല്ല. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് രക്ഷ തിരിച്ചു കിട്ടുക? അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. രക്ഷ തിരിച്ചു കിട്ടണമെങ്കിൽ രക്ഷ എങ്ങനെ നഷ്ടപ്പെട്ടു പോകും? യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് രക്ഷയുടെ പ്രസക്തി എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അനുസരിച്ചും ജീവിച്ചാൽ അവന്റെ മേൽ ഈ ഭൂമിയുടെ മുഴുവൻ അധികാരവും ഉണ്ടായിരിക്കും. അതാണ് ക്രിസ്തു. യേശുക്രിസ്തു എന്ന മനുഷ്യൻ ഭൂമിയുടെ മുഴുവൻ അധികാരവും പിടിച്ചെടുത്തു. അവൻ മരണത്തെ തോൽപ്പിച്ചു. എങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ചത്? അവൻ ദൈവമാണ്. അവൻ മരിക്കുന്നു, കുരിശിൽ മനുഷ്യനായി മരിക്കുന്നു. മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരവും ആത്മാവും വേർപെടും. ഇതാണല്ലോ മരണം. ഇങ്ങനെ മരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ, യേശു ക്രിസ്തു എന്ന മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യാത്മാവ് മുമ്പ് പറഞ്ഞതുപോലെ പാതാളത്തിലേക്ക് പോവുക. അപ്പോൾ യേശു ക്രിസ്തു എന്ന മനുഷ്യന്റെ ശരീരം മുമ്പ് പറഞ്ഞ പോലെ കല്ലറയിലേക്ക് പോകുന്നു. മണ്ണിൽ അഴുകാനും ആത്മാവ് പാതാളത്തെ ബന്ധിക്കാനുമാണ് പോകുന്നത്. പക്ഷേ അവന്റെ ഉള്ളിൽ ദൈവവചനം, പുത്രൻ തമ്പുരാൻ
വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ആത്മാവ്, ആ ദൈവം ആ മനുഷ്യാത്മാവിന് വിട്ടുപിരിയാത്തതിനാൽ കല്ലറയിലേക്ക് പാതാളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സംഭവിക്കുന്നത്. അതോടുകൂടി പാതാളത്തിന്റെ താക്കോലുകൾ പൊട്ടിപ്പോയി. ദൈവമില്ലാത്ത സ്ഥലമാണ് നരകം, ദൈവമില്ലാത്ത സ്ഥലമാണ് പാതാളം. ഇതാ ദൈവം അവിടേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അബ്രാഹത്തിന്റെ മടി അവിടെ വെച്ച് കഴിയുന്നത്. അവിടെ യേശു പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുന്ന അർത്ഥം ഏതാ? അവിടെ വരുമ്പോൾ ഈ ആത്മാക്കളെല്ലാം ദൈവത്തെ കാണുകയാണ്. അതോടെ ഈ പാതാളത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഈ ആത്മാവ് തിരികെ പോരുകയാണ്. ഇനി അതുപോലെ കല്ലറയിലേക്ക് പോയി യേശുവിന്റെ ശരീരം, മൃതശരീരം, മരണമടഞ്ഞ യേശുവിന്റെ തിരുമൃത ശരീരം കല്ലറയിലേക്ക് പോയി. പക്ഷേ ആ മൃതശരീരത്തിലും തിരുമൃതശരീരത്തിലും ദൈവം വ്യാപരിക്കുകയാണ്. അതിനഴുകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 3-ാം ദിവസം ദൈവം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ശരീരത്തിലും ആത്മാവനും കൂടെ. ഇതെന്തിനാണ്? എന്റെ ആത്മാവ് ഇനി മരിച്ചാൽ പാതാളത്തിൽ ബന്ധിതനാവില്ല. ഞാൻ മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോകും. കാരണം അവിടെ എനിക്ക് ശരീരമുണ്ട്, യേശു ക്രിസ്തുവിന്റെ ശരീരം. എന്റെ ശരീരം ഭൂമിയിൽ അഴുകിയാലും അത് അഴുകി തീരുകയില്ല. കാരണം 2-ാം വരവിൽ യേശു ക്രിസ്തുവിന്റെ ശരീരം മുന്നാധാരം എന്ന നിലയിൽ അവൻ നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കും. അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെയാണ് രക്ഷയുടെ പൂർണ്ണത. മുമ്പ് പറഞ്ഞതുപോലെ കിണറ്റിൽ വീണാൽ എങ്ങനെ നീന്താമെന്നുള്ള പഠനമല്ല, മറിച്ച് മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചു എന്നുള്ള പൂർണ്ണതയാണ്.